കേരളത്തിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിഞ്ഞേക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നമസ്തേ. പല പേരുകൾ കേൾക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ഒരു BJP നേതാക്കന്മാർ പോലും അന്തിമമായി ഇന്ന ആൾ മുഖ്യ ക്യാബിനറ്റ് റാങ്കിൽ വരും, അല്ലെങ്കിൽ ഇന്ന ആൾ സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് ഒരു സൂചന പോലും നൽകിയിട്ടില്ല. MT രമേശിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകാൻ കഴിയും? അല്ല, ആര് ക്യാബിനറ്റ് മന്ത്രിയാവും, ആര് സഹമന്ത്രിയാവും എന്നൊക്കെ പ്രധാനമന്ത്രിക്ക് മാത്രം തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് രണ്ടുപേരുണ്ട്. ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് ജോർജ് കുര്യനുമാണ്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായി നമുക്ക് അതിൻ്റെ കൃത്യത അറിയില്ല. പക്ഷേ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിൽ മന്ത്രിമാരാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് വലിയ അംഗീകാരമാണ്. കേരളം ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സ്വീകരിച്ചതിന് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര പാർട്ടിയും കേരളത്തോട് കാണിക്കുന്ന വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. രണ്ടുപേരും കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സുരേഷ് ഗോപി ഈ പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച് കേരളത്തിൽ NDAയുടെയും BJPയുടെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വ്യക്തിയാണ്. ജോർജ് കുര്യൻ ദീർഘകാലമായിട്ട് കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ 1% പോലും സ്വീകാര്യതയില്ലാത്ത സന്ദർഭത്തിൽ ആ സമൂഹത്തിൽ നിന്ന് BJP പ്രവർത്തനത്തിന് വന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് BJPയുടെ പ്രവർത്തകനും നേതാവുമായി ദീർഘകാലം പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജോർജ് കുര്യനും ഇതൊരു വലിയ അംഗീകാരമാണ്, കേരളത്തിനും വലിയ അംഗീകാരമാണ്. ഈ രണ്ടുപേർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതലായി അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള BJPയുടെ തന്ത്രമാണ്, അല്ലെങ്കിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ജോർജ് കുര്യൻ്റെ ഈ ഒരു സ്ഥാനാരോഹണം അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഗുണമാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് വേറെ പിന്നെ ഇതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. മന്ത്രിസ്ഥാനം എന്നുള്ളത് ഏതെങ്കിലും ഒരു സമൂഹത്തെ കൂടെ നിർത്താൻ മാത്രമല്ല കേന്ദ്ര BJPയും കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും ശ്രമിക്കാറ്. നേരത്തെ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചതിൽ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സംഭാവന കൃത്യമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്കുള്ളൊരു പാലമായിട്ട് മാറാൻ BJP നേതാക്കന്മാർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും കേന്ദ്ര പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജോർജ് കുര്യൻ നിയുക്തനാകുന്നത്. ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ദീർഘകാലമായി ഈ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ളതൊക്കെ വ്യക്തിപരമായി അദ്ദേഹത്തിന് പാർട്ടി നൽകുന്ന വലിയ അംഗീകാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് BJPയിലേക്ക് വരികയും BJPയോടൊത്തു നിൽക്കുകയും BJPയുടെ എല്ലാ ചുമതലകളും വഹിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളതൊക്കെ ജോർജിന് കിട്ടുന്ന, വ്യക്തിപരമായി അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. അതുപോലെ തന്നെ കേരള പാർട്ടിക്കും കിട്ടുന്നൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോഴും ഞങ്ങളുടെ യൂട്യൂബിൻ്റെ, അതായത് ചാനൽ വീക്ഷിക്കുന്ന പ്രേക്ഷകരിൽ ചിലർ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു പ്രതിനിധി വേണ്ടി അവർക്ക് അർഹമായ പരിഗണന എന്തുകൊണ്ട് BJP നൽകുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ അടിയിൽ കമൻറ്റായി വരുന്നുണ്ട്. എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, ഈ മന്ത്രിസഭയിലേക്ക് ആരൊക്കെയാണുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. മന്ത്രിസഭയിൽ ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ 7 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ്. പ്രധാനമന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. എല്ലാ വിഭാഗത്തെ ആളുകളെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് മോഡി ഗവൺമെൻറ് സമീപനം. 1ഉം 2ഉം ഗവൺമെൻറ് സമീപനം അതായിരുന്നു, 3ആം ഗവൺമെൻറ് സമീപനം അതായിരിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും സ്വീകരിക്കും. വളരെ നന്ദി ശ്രീ MT രമേശ്.